കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. ഇവിടെ വേറെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിന് ചേച്ചി കൂടെ വന്നോട്ടെ, എന്നിട്ട് എടുക്കാം. നീ ചെല്ല്. പറ്റില്ല ചേട്ടാ, എനിക്ക് ആ രേഖകൾ വേണം. കിട്ടിയാലേ നീ പോവുള്ളൂ. ചേട്ടാ, നമ്മുടെ രീതികൾ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തമായിട്ടറിയാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. നിനക്ക് എന്ത് രേഖയാ വേണ്ടത് പറഞ്ഞാ മതി, ഞാൻ എടുത്തു തരാം. പറയാം. രേഖയുടെ പേര് ചന്ദ്രമതി. ചേട്ടൻ വിളിച്ചിട്ട് വാ. നിന്റെ നാശം നീയായിട്ട് ചോദിച്ചു വാങ്ങരുത്, തീർത്ത് കളയും. ചേട്ടാ, തീർക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. സംഭവം ഞാൻ പറയാം. ചന്ദ്രമതി ആന്റി ഇവിടെയുണ്ട്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാ നീ കേട്ടോ, ചേച്ചി ഇവിടെ ഉണ്ട്, പക്ഷേ നിനക്ക് കാണാൻ പറ്റില്ല. എന്നാ ചേട്ടനും കേട്ടോ, ഞാൻ ആന്റിയെ കാണും, കൊണ്ടുപോവുകയും ചെയ്യും. നീയപ്പോ രണ്ടും കൽപ്പിച്ചിട്ടാണല്ലേ? അതെ ഏട്ടാ. നിനക്കെന്നെ അറിയാലോ ധനുജേ, തീർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ തീർക്കും. സ്ഥലം വിട്. ഓക്കെ ഓക്കെ, ചേട്ടൻ തോക്കെടുത്തു. പക്ഷേ ചേട്ടൻ എന്റെ മുഖത്ത് ശ്രദ്ധിച്ചു നോക്കിയേ, ഒട്ടും പേടിയില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ അമ്മ, മന്ത്രി മേരി തോമസ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ എന്റെ അമ്മയെ കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ തേവക്കാട്ടേക്ക് പോവാണ്, ചന്ദ്രമതി ആന്റി അവിടെയുണ്ട്, ഞാൻ ആന്റിയെ പുറത്തിറക്കുന്ന. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അമ്മ സഹായിക്കണമെന്ന്. ഒരു മകളെന്ന നിലയ്ക്ക് എന്റെ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ട ആദ്യ സഹായം. അമ്മയുടെ സംരക്ഷണം ഉണ്ടല്ലോ, അതിന്റെ ഒരു ബലമുണ്ടല്ലോ, അതൊരു വല്ലാത്ത ധൈര്യമാണ്. ആ ധൈര്യത്തിലാണ് ഞാനൊരു സൂചന കൊടുത്താ അമ്മ CMന്റെ ഓഫീസിൽ ഉൾപ്പെടെ എല്ലാവർക്കും അലേർട്ട് കൊടുക്കും. സംസ്ഥാനത്തെ പോലീസ് സേന തേവക്കാട്ടേക്കെത്തും. മാധ്യമപ്പട ഇവിടെ ഇരച്ചു കയറും. ത്യാഗരാജൻ എന്ന വ്യക്തിക്ക് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. ഇനിയിപ്പോ എന്നെ ഷൂട്ട് ചെയ്ത് തീർത്തുന്നിരിക്കട്ടെ, അരമണിക്കൂറിനകത്ത് എന്റെ കോള് ചെന്നില്ലെങ്കിൽ അമ്മ ഇറങ്ങും. ആരോഗ്യമന്ത്രി മേരി തോമസ് നേരിട്ട് ഒരുങ്ങി വരും. ഒരു പാർട്ടി ഒന്നിച്ചു വരും. അതുകൊണ്ട് ചേട്ടനാ തോക്ക് താഴ്ത്തിക്കോ. പിന്നെ ചേട്ടൻ പേടിക്കണ്ട, ബലരാമന്റെ മോളാ ഞാനെന്ന് പുറത്താരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്റെ നേരെ എന്തെങ്കിലും അക്രമം കാണിച്ചാ അതും കൂടി പൊളിയും. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട, ചന്ദ്രമതി ആന്റിയെ മാത്രം മതി. എല്ലാം നിങ്ങൾ എടുത്തോ, ആ പാവത്തിനെയും കൊണ്ട് ഞാൻ പൊക്കോളാം. അതല്ല പോലീസിനെയും മന്ത്രിയും നാട്ടുകാരെയും എല്ലാവരെയും അറിയിക്കണമെന്നാണെങ്കിൽ ഷൂട്ട് ചെയ്തോ. ചന്ദ്രമതി ആന്റിയെ ഞാൻ കൊണ്ടുപോവാ.
ആന്റി മോളെ നീ ആന്റിയെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. അതിന് ത്യാഗരാജൻ ആരും തടയില്ല. ഇതിനകത്ത് കിടന്ന് ഒരുപാട് അനുഭവിച്ചതല്ലേ? മതി, ഇനി മതി, നമുക്കിറങ്ങാം. എടുക്കാനുള്ളതൊക്കെ എടുത്തോ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. എങ്ങോട്ട്? ആന്റി വന്നേ, ബാക്കിയൊക്കെ പിന്നെ. അയ്യോ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. വേറെന്താ ആന്റിക്ക് എടുക്കാനുള്ളേ? മോളെ